ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ പല കാര്യങ്ങളും കണ്ടെത്തി നാം പഠിക്കുകയും അത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വചനം പഠിക്കുന്നത് കേവലം അറിവ് വർദ്ധിപ്പിച്ച് പണ്ഡിതനാകുവാനല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവമാണ് നമ്മെ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ന് നാം ആദ്യം ഉറപ്പുള്ളവരായിരിക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദൈവത്തെ അറിയുന്ന എല്ലാവരെയും ദൈവം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തോടുകൂടി നാം ദൈവത്തിനെന്നവണ്ണം പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യേശു 12 പേരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ച് തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നു, അവർക്ക് അധികാരം കൊടുക്കുന്നു, അവരെ കർത്താവ് അയക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അവരെല്ലാവരും ദൈവം കൊടുത്ത അധികാരവുമായി പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കുകയും വളരെയേറെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. വളരെ സന്തോഷം, വളരെ മനോഹരമാണ് ഈ ഭാഗം. യേശു പറഞ്ഞതുപോലെ പോയപ്പോൾ, യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവരിലൂടെ യേശു പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പകലന്തിയോളം കർത്താവ് പറഞ്ഞ കാര്യം ചെയ്തിട്ട് അവർ തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 30-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, പിന്നെ അപ്പൊസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മൾ ചെയ്തതും പ്രവർത്തിച്ചതും ആയ കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ള ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭ്യമാണ്. ശിഷ്യന്മാരെ യേശുവാണ് അയച്ചത്. അതുകൊണ്ട് യേശുവിനോടാണ് അവർക്ക് കടപ്പാടുള്ളത്. യേശുവിൻ്റെ മുമ്പിലാണ് അവർ കണക്ക് ബോധിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് 12 ശിഷ്യന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്നു തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. അവർക്ക് മറച്ചു വെക്കുവാനൊന്നും ഇല്ലായിരുന്നു. തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ യേശുവിനോട് പറഞ്ഞു. ഏതൊക്കെ വീടുകളിൽ പോയി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ആരെയൊക്കെ അവർ സൗഖ്യമാക്കി. തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യങ്ങളും അവർ പറഞ്ഞില്ല. തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു, ഒന്നും പറയാതിരുന്നിട്ടില്ല. നമുക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ, നാം ചെയ്ത എല്ലാ കാര്യങ്ങളും പറയുവാൻ ഉള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകുമോ? കാരണം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നാം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ശിഷ്യന്മാർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്തിരുന്നില്ല. യേശു അവരോട് ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവർക്ക് ധൈര്യത്തോടെ വരാം. അവരെല്ലാവരും മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തത് എല്ലാം യേശുവിനെ അറിയിച്ചു. ഇവർ പറഞ്ഞില്ലെങ്കിലും യേശു എല്ലാം അറിയുന്നുണ്ട്. യേശു സർവജ്ഞാനിയാണ്. ശിഷ്യന്മാർ ഈ കാര്യങ്ങളൊന്നും യേശുവിനോട് പറയുന്നില്ലെങ്കിൽ പോലും അവരെവിടെയെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് യേശു അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. കാരണം അവിടുന്ന് സർവജ്ഞാനി ആകുന്നുവല്ലോ. എങ്കിലും അവരുടെ ഉത്തരവാദിത്വമായിരുന്നു ദൈവസന്നിധിയിൽ വന്ന് അവർ ഒന്നും മറച്ചു വയ്ക്കാതെ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചത്. ഇവിടെ നാം അനുകരിക്കേണ്ട വളരെ മനോഹരമായ ഒരു മാതൃകയുണ്ട്. നാം എന്താണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്?
നാം എന്താണ് പ്രവർത്തിക്കുന്നത്? ഇത് ദൈവത്തോട് തീർച്ചയായിട്ടും അറിയിപ്പാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ ദൈവം ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യുന്നില്ല. ചില ആളുകൾ ദൈവം പറയാൻ പറഞ്ഞ ഉപദേശമല്ല പറയുന്നത്. കർത്താവ് പറയാൻ പറഞ്ഞ ഉപദേശം പറയുന്നവർക്കും കർത്താവ് ചെയ്യാൻ തന്ന പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യുന്നവർക്കും ദൈവസന്നിധിയിൽ വരുവാൻ ആശങ്കകളില്ല, ഭയമില്ല. അവർക്ക് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ വരുവാൻ അവർ ചെയ്തതും ഉപദേശിച്ചതും ഒക്കെ പറയുവാൻ കഴിയും. ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നാം എന്താണ് ജനത്തെ ഉപദേശിക്കുന്നത്? നാം ഉപദേശിക്കുന്ന കാര്യങ്ങൾ ദൈവവചനപ്രകാരം ഉള്ളതാണോ, ദൈവഹിതപ്രകാരം ഉള്ളതാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നാം എന്താണ് പ്രവർത്തിക്കുന്നത്? കർത്താവ് ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തികളാണോ അതോ ദൈവഹിതത്തിന് വെളിയിലുള്ള പ്രവൃത്തികളാണോ? ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും പ്രവൃത്തികൾ നാം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഇന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദൈവമുമ്പാകെ ധൈര്യത്തോടെ വന്ന് ഞങ്ങളുടെ ജീവിതം തുറന്നു വെക്കുവാൻ ധൈര്യം അവിടുന്ന് നൽകണമേ. കാര്യം തീർക്കുന്ന നാളിൽ ഞങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമേ. ദൈവമുമ്പാകെ നല്ല പ്രാഗൽഭ്യത്തോടെ ഞങ്ങളെ നിർത്തണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.